അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ആമയും റസിയയും ഉറങ്ങാൻ കിടക്കുകയാണ്. ആ സമയത്താണ് വാതിലിൽ നിൽക്കാതെ തുരുതുര മുട്ടുന്നത്. ശബ്ദം കേട്ട് റസിയ പോയി വാതിൽ തുറന്നു. അവിടെ റസാക്ക് നിൽക്കുകയാണ്. അവൻ പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ ആ ചെറിയ മകളില്ലേ, അവളെ കൂടി വിളിക്ക്. അങ്ങനെ ആമി വന്നു. റസാക്ക് രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു, അതെ, നേരം വെളുക്കുമ്പോഴേക്കും എനിക്ക് കല്യാണത്തിന് സമ്മതമാണ് എന്ന ഒരു മറുപടി കിട്ടണം. രണ്ടുപേരും നന്നായി ആലോചിക്ക്. നിങ്ങൾക്ക് ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അതോ എല്ലാവർക്കും കൂടി ഇവിടെ കിടന്ന് മരിക്കണോ എന്ന്. നന്നായി മോളെ ഒന്ന് ഉപദേശിച്ചേക്ക് കേട്ടോ എന്നും റസിയാനോട് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ചവിട്ടിക്കുലുക്കിക്കൊണ്ട് സ്ഥലം വിട്ടു. റസിയയും ആമിയും മറുത്തൊന്നും പറഞ്ഞില്ല. കാരണം അവർക്കറിയാം അവിടെ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന്. റസാക്ക് പഴയ സ്വഭാവമാണ് കാണിക്കുന്നത്, ഭരിക്കുന്ന സ്വഭാവം. ഒരു ഒതുക്കമെല്ലാം ഉണ്ടായിരുന്നു. ആമിയുടെയോ റസിയയുടെയോ കാര്യത്തിൽ വല്ലാതെ ഇപ്പോൾ ഇടപെടാറില്ല. കാരണം ആമിക്ക് സ്വന്തമായിട്ട് ജോലിയായി. അതുപോലെ തന്നെ റസിയയും മിക്കവാറും ആമിയുടെ കൂടെയായിരിക്കും. പിന്നെ ഇപ്പോൾ അത്യാവശ്യം പൈസയും, ആദ്യം അവൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ജോലിയും കൂലിയുമില്ല നടന്നിരുന്ന സമയത്തായിരുന്നു ഭയങ്കര ദേഷ്യമെല്ലാം. എന്നാലിപ്പോൾ റസാക്കിൻ്റെ കയ്യിലും അത്യാവശ്യം പൈസയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമീറും പൈസ എല്ലാം സമ്പാദിച്ച് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ആമിയും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യത്തെ കല്യാണത്തിൽ സ്വത്തുവിൻ്റെ കല്യാണം കഴിഞ്ഞതിൽ കുറച്ച് കടമുണ്ട് എന്നല്ലാതെ. അതുകൊണ്ട് തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോവുകയായിരുന്നു. ആദ്യമൊക്കെ ഉപദ്രവങ്ങളേറ്റിട്ട് റസിയാക്കും ആമിക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എന്നാൽ കുറേ കാലമായിട്ട് അതിലെല്ലാം സമാധാനമുണ്ട്. എന്നാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അവർക്ക് രണ്ടുപേർക്കും തങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഉറങ്ങാൻ സമയത്ത് ആമി റസിയാനോട് ചോദിച്ചു, ഉമ്മ, എന്താണ് നമുക്ക് മാത്രം ഇങ്ങനെയൊരു വിധി? ഒന്ന് നമ്മുടെ ജീവിതം നന്നായി വരുമ്പോഴേക്കും വീണ്ടും ഇങ്ങനെയൊരു വിധി പടച്ചവൻ നമുക്ക് തരികയാണല്ലോ. എൻ്റെ കാര്യത്തിൽ ഉപ്പ ഇടപെടില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഇത്രയും കാലം ഇങ്ങനെയൊരു മകൾ തന്നെ ഇല്ല എന്ന് പറഞ്ഞ ഉപ്പാക്ക് എന്തധികാരമുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എന്നെല്ലാം പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നുണ്ട്. ആമിയുടെ ഈ സംസാരം കേട്ടപ്പോൾ റസിയക്കും ഒരുപാട് സങ്കടമായി. അവൾ പറഞ്ഞു, മോളെ, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. എൻ്റെ രണ്ടു മക്കളുടെ കഥ തന്നെ ഒരു ഉപ്പ എന്ന സ്ഥാനത്ത് നിന്ന് നിൻ്റെ ഉപ്പ നിറവേറ്റിയിട്ടില്ല. തൻ്റെ കടമ നിർവഹിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഒരു എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. ഉപ്പാൻ്റെ ഭാരം തലയിൽ നിന്ന് ഒഴിവാക്കി, അങ്ങനെ അതിനെ പറയാൻ പറ്റുകയുള്ളൂ. എൻ്റെ രണ്ട് മക്കൾക്കും ഇഷ്ടമില്ലാത്ത കല്യാണമാണ് നിൻ്റെ ഉപ്പ നടത്തിയത്. എന്നാൽ നിൻ്റെ കാര്യത്തിലെങ്കിലും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകില്ല. നിന്നെയെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉമ്മാക്കും എല്ലാവർക്കും തൃപ്തിയുള്ള രീതിയിൽ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിടാമെന്ന് കരുതിയിരുന്നു. എന്നാൽ ആ ഒരു പ്രതീക്ഷയും ഇപ്പോൾ തെറ്റിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ഉമ്മാക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മോളെ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഇനി എന്ത് ചെയ്യാൻ, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും എൻ്റെ ഉമ്മാൻ്റെയും എൻ്റെ ഇത്താത്തമാരുടെയും ജീവൻ വെച്ച് ഞാൻ ഒന്നും ചെയ്യില്ല. ഉപ്പ പറയുന്നത് സമ്മതിക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ്. എന്നാൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ജീവിതം തന്നെ കളഞ്ഞാലും വേണ്ടില്ല. നമ്മൾ എല്ലാവരും ജീവനോടെ ഇരിക്കുമല്ലോ ഉപ്പാൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, സാരമില്ല മോളെ, എൻ്റെ മോള് സങ്കടപ്പെടേണ്ട.
നാളെ വൈകുന്നേരത്തിനുള്ളിൽ പറയാനല്ലേ പറഞ്ഞത്? നാളെ വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ. എല്ലാം പടച്ചവനെ നമുക്ക് ഏൽപ്പിക്കാം. പടച്ചവനെക്കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ. എൻ്റെ മോൾ വിഷമിക്കരുത് എന്നെല്ലാം പറഞ്ഞ് റസിയ അവളെ സമാധാനിപ്പിച്ചു. അവളെ സമാധാനിപ്പിക്കുമ്പോഴും റസിയൻ്റെ ഉള്ളിൽ തീയായിരുന്നു. അവൾ പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പടച്ച റബ്ബേ, എൻ്റെ മോൾക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കണേ. നിൻ്റെ തീരുമാനം എന്താണോ അത് നടക്കും. എന്നാലും ഞങ്ങളെ രക്ഷിക്കുന്ന നല്ലൊരു വഴി കാണിച്ച് തരണമേ എന്നെല്ലാം അവൾ പ്രാർത്ഥിച്ചു. ആ രാത്രി റസിയാക്കും നമ്മുടെ ആമിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുവിധം അവർ നേരം വെളുപ്പിച്ചു. നേരം വെളുത്ത് നമ്മുടെ ആമിയും അതുപോലെ തന്നെ അമീർ മോനും അവരുടെ ഓഫീസിലേക്ക് പോവുകയാണ് ജോലിക്ക് വേണ്ടി. അവളുടെ ആ ഒരു ഉന്മേഷമില്ലാതെ, സന്തോഷമൊന്നുമില്ലാതെ, ആകെ തളർന്ന മട്ടിലുള്ള നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അമീർ പറഞ്ഞു, എടി ആമി, ഇന്ന് നീ വണ്ടി ഓടിക്കണ്ട. നിൻ്റെ കൂടെ പോന്നാൽ ഒരു പക്ഷേ നീയും ഞാനും നേരെ വല്ല ICUവിലുമായിരിക്കും പോയി കിടക്കുക. അല്ലാതെ ഓഫീസിലൊന്നും ആയിരിക്കില്ല. ഞാൻ വണ്ടി ഓടിക്കാം, ഇങ്ങനത്തെ ചാവി എന്നെല്ലാം പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും ചാവി വാങ്ങിക്കൊണ്ട് അമീർ വണ്ടിയിൽ കയറി. എന്നാൽ അവൻ്റെ കയ്യിൽ ആ ചാവി കൊടുത്ത് ഒരു യാന്ത്രികമായി ഇങ്ങനെ നടക്കുന്ന ആമിയെ നോക്കി അമീർ പറഞ്ഞു, എടിപ്പണേ, നീ ഈ ലോകത്തൊന്നുമല്ലേ, വേഗം വണ്ടിമേൽ കയറി ഓഫീസിൽ എത്താൻ നേരം വൈകുമല്ലെങ്കിൽ. ഓ, അവളിപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാവും. നിനക്ക് നിൻ്റെ ജീവിതമാണല്ലോ വലുത്. മര്യാദക്ക് ഉപ്പ പറഞ്ഞത് സമ്മതിച്ചോളൂ. അല്ലെങ്കിൽ നിനക്കറിയാമല്ലോ ഉപ്പാൻ്റെ സ്വഭാവം, എല്ലാവർക്കും ഒരുമിച്ച് കത്തിച്ചാമ്പലാവാം എന്നെല്ലാം പറഞ്ഞ് അവൻ വീണ്ടും അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആമി ഒരു യന്ത്രത്തെ പോലെ അവൻ്റെ പിന്നിൽ കീറിയിരുന്നു. റസിയ അവളുടെ കയ്യിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, മോളെ സൂക്ഷിച്ച് ഒക്കെ ഇരിക്കണേ. നിന്നെ ഇന്ന് വിടാനേ ഉമ്മാക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. വീണ്ടും നിൻ്റെ ഉപ്പാൻ്റെ വായിലുള്ളത് കേൾക്കേണ്ടി വരും. കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം നിനക്ക് സമാധാനം കിട്ടും. നീ ഓഫീസിൽ പോയാൽ നീ അങ്ങോട്ട് തന്നെ പോയിക്കോ എന്നെല്ലാം അവളോട് പറഞ്ഞു. അമീറിന് മനസ്സിലായി തൻ്റെ പിന്നിലിരിക്കുന്ന ആമി ആകെ ക്ഷീണിതയാണ്. അവൾ വണ്ടിമേൽ നിന്ന് വീഴുമോ എന്നെല്ലാം അവന് പേടി തോന്നി. അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, തങ്ങൾ ഇപ്പോഴും കുടുംബം രക്ഷപ്പെടാൻ പോവുകയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള അവസരം ഇല്ലാതാവുമോ എന്ന ഭയമാണ് അവൻക്ക്. അങ്ങനെ അവർ ഒരുവിധം ഓഫീസിൽ എത്തി. വണ്ടിമേൽ നിന്ന് ഇറങ്ങിയ ആമിയോട് അമീർ പറഞ്ഞു, എടി പെണ്ണെ, നീ ഇതിൻ്റെ പിന്നിൽ നിന്ന് വീണു പോകുമോ എന്നായിരുന്നു എനിക്ക് പേടി. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇപ്പോൾ എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴി വന്നിരിക്കുകയാണ്. അതിന് കാരണക്കാരി നീയാണല്ലോ. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഇല്ലാതാവുമോ എന്ന് കരുതിയിട്ടാണ്. നിനക്ക് എന്താടി അയാളെ കല്യാണം കഴിച്ചാൽ? അയാൾ കയ്യിൽ പൂത്ത പണമുണ്ട്, പൂത്ത സ്വത്തുണ്ട്. നിനക്കറിയില്ലേ, ഇത്താൻ്റെ കല്യാണത്തിന് തന്നെ എത്ര ലക്ഷം രൂപയാണ് ഉപ്പാക്ക് കൊടുത്തിട്ടുള്ളത് അയാൾ. അതുപോലെ തന്നെ ഇനി നിൻ്റെയും പൊന്നു ഇത്താൻ്റെയും കല്യാണത്തിന് അതിൻ്റെ സകല ചെലവും നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ആഭരണങ്ങളും എല്ലാം അയാൾ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എത്ര ആളുകളാണ് അയാളിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ടുള്ളത്. പൂത്ത കാശാണ് അയാളെ കയ്യിൽ, അത്രയും പൈസയുണ്ട്. ഇതെല്ലാം ഇനി അയാളെ കല്യാണം കഴിച്ചാൽ നിനക്കുള്ളതല്ലേടി. പിന്നെ നീ ആരാ? അതുപോലെ തന്നെ നീ രക്ഷപ്പെടുന്നത് വഴി ഞങ്ങൾക്കും എല്ലാം രക്ഷപ്പെടാം. അവൾ അതായിട്ട് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ പോകുന്നത്. മര്യാദക്ക് പറഞ്ഞതനുസരിച്ചോണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ് എന്നെല്ലാം പറഞ്ഞ് അമീർ അവിടെ നിന്ന് പോയി. എന്നാൽ ഇതൊന്നും നമ്മുടെ ആമിയുടെ ചെവിയിൽ കയറുന്നുണ്ടായിരുന്നില്ല. ഇനി എന്ത് എന്ന ചിന്തയിൽ അവൾ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൾ ഒരുവിധം നമ്മുടെ സൈനുവിൻ്റെ ആ ഒരു ക്യാബിനിൽ എത്തി. അവിടെ എത്തിയ ശേഷം സാധാരണ അവൾ വന്നാൽ എല്ലാം ഒന്ന് തലേ ദിവസത്തെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്ന ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവൾ എല്ലാം ഒന്ന് പെൻഡിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നതാണ്. എന്നാൽ വന്നാൽ രാവിലെയും അവൾ ചെക്ക് ചെയ്യും, എല്ലാം ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടി.
എന്നാൽ അന്ന് അവൾക്ക് അതിനൊന്നും തോന്നിയില്ല. ആകെ അവൾ ക്ഷീണിതയായി തളർന്ന് ഇങ്ങനെ ആ ബെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ്. സൈനു അങ്ങോട്ട് വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾ ആകെ ക്ഷീണിച്ച് അവിടെ കിടക്കുകയാണ്. സൈനു ഡോർ തുറന്ന് വന്ന സമയത്ത് കാണുന്നത് നമ്മുടെ ആമ ഇങ്ങനെ ആ ഒരു ചെയറിലിരുന്ന് അവളുടെ ആ കമ്പ്യൂട്ടറിന് മുന്നിൽ ആ ഒരു മേശമേൽ ഇങ്ങനെ തലവെച്ച് ക്ഷീണിതയായി കിടക്കുന്നതാണ് കണ്ടത്. അത്രയും കാലം നമ്മുടെ ആമി ആ ഓഫീസിൽ വന്നിട്ട് അങ്ങനെയൊരു കാഴ്ച അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ അവൾ വന്ന ഉടനെ കമ്പ്യൂട്ടറെല്ലാം തുറന്ന് ചെക്ക് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന കാഴ്ചയാണ് അവൻ വരുമ്പോൾ തന്നെ കാണാറുള്ളത്. എന്നാൽ ഇന്ന് കണ്ട കാഴ്ച കണ്ട് നമ്മുടെ സൈനു തന്നെ ആകെ അന്തം വിട്ടുപോയി. അവൾ ഇങ്ങനെ അവൻ കിടക്കുന്ന ആ ഒരു മേശമേൽ ഇങ്ങനെ തട്ടിക്കൊണ്ട്, ഹലോ ആമി, അമാന എന്ന ഇപ്പോൾ ഇടയ്ക്ക് നമ്മുടെ സൈനു അവളെ ആമി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പോൾ അവർ തമ്മിലുള്ള അടുപ്പം കൂടിയതിന് അനുസരിച്ച് അവൻ ഇടയ്ക്ക് ആമി എന്നെല്ലാം വിളിക്കും. ആദ്യം ആമി എന്ന് വിളിച്ചു, പക്ഷേ അവൾ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ വീണ്ടും അവൻ ആ ഡെസ്കിൽ തന്നെ ആ ഒരു മേശമേൽ ഇങ്ങനെ അടിച്ചുകൊണ്ട്, അമാന, ഹലോ, എവിടെ, എന്താണ് വിളി കേൾക്കാത്തതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ആമി ഞെട്ടിത്തെറിച്ച പോലെ ഇങ്ങനെ ചാടി എണീറ്റ് അവൻ്റെ മുഖത്തേക്ക് ആകെ ഇങ്ങനെ പകച്ച പോലെ നോക്കി. അവളുടെ മുഖം കണ്ട സൈനു ആകെ ഞെട്ടിപ്പോയി. കാരണം ഉറക്കക്ഷീണം കൊണ്ട് കണ്ണുകൾ ആകെ തളർന്നു പോയിരിക്കുന്നു. അതുപോലെ തന്നെ കരഞ്ഞു കലങ്ങിയതുപോലെയുള്ള കണ്ണുകൾ, ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൈനു അവളോട് ചോദിച്ചു, എന്തു പറ്റിയടോ തനിക്ക്, തീരെ വയ്യേ, ഹോസ്പിറ്റലിൽ പോകണോ? ഇന്ന് എന്തായാലും താൻ ജോലി ചെയ്യണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്തു പറ്റി, ഇയാൾക്ക് ഉറക്കമൊന്നും ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ണുകളെല്ലാം ആകെ കലങ്ങി ആകെ ചുവന്ന് വീർത്ത് പോയിട്ടുണ്ടല്ലോ, കൺതടങ്ങളെല്ലാം ആകെ കരഞ്ഞ് ചുവന്ന് ആകെ ഒരു പരുവമായിട്ടുണ്ടല്ലോ, എന്തു പറ്റി എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അവന് അവളുടെ ആ ഒരു ഇരിപ്പ് കണ്ടിട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ചോദിച്ചു, നിനക്ക് പനി എന്തെങ്കിലും, അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് എന്തെങ്കിലും ചോദിച്ചിട്ട് നീ മിണ്ടാതിരിക്കുന്നത്, ഒന്നും പറയുന്നുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ടതും ആമി ഇങ്ങനെ മിണ്ടാതെ ഇരുന്ന് തേങ്ങിക്കരയുകയാണ്. അപ്പോൾ നമ്മുടെ സൈനു അവളുടെ ചുമലിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് എന്തു പറ്റിയടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് ആകെ പകച്ചതുപോലെ നോക്കി. സൈനു പെട്ടെന്ന് തന്നെ കൈ പിൻവലിച്ചു. അവന് അറിയാതെ തൊട്ടുപോയതാണ് അവളുടെ അവസ്ഥ കണ്ടിട്ട്. ഇത്രയും കാലമായിട്ട് അവളുടെ മേലൊന്നും അവൻ തൊട്ടിട്ട് പോലുമില്ല, അല്ലെങ്കിൽ ഒരു തമാശക്ക് പോലും അവളുടെ ശരീരത്തിൽ കൈവച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അന്ന് ആദ്യമായിട്ടാണ് അവളുടെ ആ സങ്കടം കണ്ടപ്പോൾ അവൻ അറിയാതെ കൈവച്ച് പോയതാണ്. അവൻ പറഞ്ഞു, സോറി, ഞാൻ ചോദിച്ചിട്ട് നീ ഒന്നും പറയാത്തത് കൊണ്ടാണ്. നിൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതല്ലേ, പിന്നെ എന്തിനാണ് താൻ മറച്ചു വെക്കുന്നത്? എന്തുണ്ടെങ്കിലും തനിക്ക് എന്നോട് പറയാമല്ലോ. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ സൈനു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് തൻ്റെ സങ്കടങ്ങൾ ആ ഒരു അവസരത്തിൽ അവൻ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ചായാനുള്ള ഒരു തോൾ കിട്ടിയപ്പോൾ നമ്മുടെ ആമി അറിയാതെ നമ്മുടെ സൈനുവിൻ്റെ തോളിലേക്ക് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചാഞ്ഞ് വീഴുകയായിരുന്നു. സൈനു ആകെ പേടിച്ചു പോയി, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ. എങ്കിലും അവളെ പിടിച്ചു മാറ്റാനോ അടർത്തി മാറ്റിയെടുക്കാനോ അവൻ ശ്രമിച്ചില്ല. കാരണം അവളുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ സങ്കടം ഉണ്ട് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒന്ന് മനസ്സ് തണുക്കുവോളം പൊട്ടിക്കരയട്ടെ, അവൾക്ക് താൻ ഒരു ആശ്വാസമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി അവൻ അങ്ങനെ തന്നെ കുറച്ചു നേരം നിന്നു. അങ്ങനെ അല്പനേരം ഇങ്ങനെ നിന്നപ്പോഴാണ് ആമിക്ക് താൻ എന്താണ് ചെയ്യുന്നത് എന്ന പരിസരബോധമുണ്ടായത്. അവൾ പെട്ടെന്ന് തന്നെ ഞെട്ടി പിന്നിലേക്ക് മാറി. സോറി സാർ, അറിയാതെ ചെയ്തു പോയതാണ് എന്നെല്ലാം പറഞ്ഞു. ഇതുകൂടി ആയപ്പോൾ നമ്മുടെ സൈനു അവളുടെ ചുമലിൽ ഇങ്ങനെ തട്ടി, സാരമില്ലടോ, തനിക്ക് എന്നോട് എന്തു വേണമെങ്കിലും പറയാമല്ലോ, ഇനിയെങ്കിലും തുറന്ന് പറയേ,
ഉള്ളിലുള്ള സങ്കടങ്ങൾ എല്ലാം നീ എന്നോട് പറയ്. എന്നാൽ നിനക്ക് ഒരാശ്വാസമാകും. പിന്നെ എന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ പരിഹരിക്കാം. നീ എന്നോട് ആദ്യം അതൊന്ന് തുറന്ന് പറയ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആമി സങ്കടപ്പെട്ട് എല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ടതും സൈനു ആകെ സ്തംഭിച്ചു പോയി. കാരണം അവളോടുള്ള ഇഷ്ടം അവൻ്റെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. എന്നാൽ അവളോട് അതെങ്ങനെ തുറന്ന് പറയുമെന്ന് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവളുടെ സമ്മതം കിട്ടിയിട്ട് വേണം വീട്ടിൽ പോലും അറിയിക്കാൻ. പക്ഷേ അവളോടത് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നില്ല അവന്. പിന്നെ ഈ അടുത്തൊന്നും അവളുടെ വിവാഹം അവൻ പ്രതീക്ഷിച്ചിരുന്നതുമല്ല. കാരണം അവളുടെ കാര്യത്തിൽ അവളുടെ ഉപ്പ ഇടപെടാത്തടത്തോളം കാലം കുറച്ച് കഴിഞ്ഞിട്ടാണ് അവളുടെ കല്യാണം ഉണ്ടാവുക എന്ന പ്രതീക്ഷയായിരുന്നു. അപ്പോഴേക്കും അവളോട് തുറന്ന് പറഞ്ഞ് അവളെ പതിയെ അവൻ്റെ ഇഷ്ടം അറിയിച്ച് അവളുടെ സമ്മതം വാങ്ങി പിന്നെ വീട്ടിൽ അറിയിക്കാം. കുറച്ച് ദിവസമായി ഉമ്മ ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട് അവനെ കല്യാണക്കാരൻ പറഞ്ഞ്. എന്നാൽ അപ്പോഴെല്ലാം വരട്ടെ, സമയമുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞവൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അങ്ങനെ അവൻ മടിച്ചാണെങ്കിലും തനിക്ക് തുറന്നു പറയാനുള്ള ഒരവസരമാണ് വന്നിരിക്കുന്നത്. ഇനിയും വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. കാരണം ഇന്ന് വൈകുന്നേരമാണ് റസാക്ക് അവൾക്ക് അവധി കൊടുത്തിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ തനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയെന്ന് വരില്ല എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു. അവൻ പറഞ്ഞു, ആമി. അവൻ സ്നേഹം കൊണ്ട് അവളെ ആമി എന്നാണ് അപ്പോൾ വിളിച്ചത്. ആമി, ഞാനൊരു കാര്യം പറയട്ടെ, നീ തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് ദിവസമായി നിന്നോടിങ്ങനെ തുറന്നു പറയണമെന്ന് വിചാരിക്കുന്നു. നീ ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ ഉള്ളതുപോലെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കൂടെ ഉണ്ടാവാൻ നീ തയ്യാറാണോ? നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ഇനി മുതൽ നിൻ്റെ സങ്കടങ്ങളും നിൻ്റെ സന്തോഷങ്ങളും എൻ്റെ കൂടി സന്തോഷവും സങ്കടമാവാൻ നിനക്ക് സമ്മതമാണോ? അതുപോലെ തന്നെ എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളും നിൻ്റേത് കൂടി ആക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും ആമി ആകെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം അവനിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിൽ കൂടി അവൾക്ക് ആ ഒരു സമയത്ത് അതൊരു ആശ്വാസ വാക്കായിട്ടാണ് അവൾക്ക് തോന്നിയത്. അവൾക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ പറഞ്ഞു, സാറിനെ പോലെ ഒരാളുടെ ഭാര്യയാവാനുള്ള യോഗ്യതയൊക്കെ എനിക്കുണ്ടോ? കേട്ടത് സത്യമാണോ എന്നെല്ലാം അവൾ ചോദിച്ചു. അപ്പോൾ നമ്മുടെ സൈനു പറഞ്ഞു, ഈ ലോകത്ത് ആർക്കെങ്കിലും അതിന് യോഗ്യതയുണ്ടെങ്കിൽ നിനക്ക് മാത്രമായിരിക്കും ആമി അതുള്ളത്. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടുക എന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാഗ്യമാണ്. ഞാൻ സ്വത്തോ പണമോ സൗന്ദര്യമോ ഒന്നുമല്ല ഞാൻ നോക്കുന്നത്. നിൻ്റെ ഈ ഒരു നല്ല മനസ്സും അതുപോലെ തന്നെ നിൻ്റെ നിന്നെയും നിൻ്റെ ഉമ്മാനെയും നിങ്ങൾക്ക് ഒരു താങ്ങാവുക, ഒറ്റപ്പെട്ട നിങ്ങൾക്ക് സന്തോഷം നൽകുക, എൻ്റെ കുടുംബത്തോടൊപ്പം നിങ്ങളെ ചേർത്ത് പിടിക്കുക, അതുപോലെ തന്നെ നിൻ്റെ ഇത്താത്തമാരെയും അവർക്കെല്ലാവർക്കും സഹായം ചെയ്യുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിനക്ക് സമ്മതക്കുറവൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അവൾ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നാണത്തോടെ ഇങ്ങനെ തലതാഴ്ത്തി നിന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ വീട്ടിൽ ചെന്ന് ധൈര്യമായി പറഞ്ഞോളൂ ഈ കല്യാണത്തിന് നിനക്ക് സമ്മതമല്ല എന്ന്. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ വൈകുന്നേരം തന്നെ നിൻ്റെ വീട്ടിൽ എത്തുന്നുണ്ട്. എല്ലാത്തിനും ഒരു തീരുമാനം കൊണ്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും തലോടുന്നതുമെല്ലാം പുറത്തു നിന്ന് ഗ്ലാസ് ഡോറിൻ്റെ ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അവിടെ തന്നെ നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ, അവളായിരുന്നു. അവൾക്ക് സൈനുവിൽ ഒരു കണ്ണുണ്ടായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും വശീകരിച്ച് അവനെ ഇഷ്ടം നേടിയെടുത്ത് അവനെ സ്വന്തമാക്കണം. അതോടുകൂടി ഇത്രയും വലിയ ഒരു ഓഫീസിൻ്റെയും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ സ്വത്തുക്കളുടെയും അവകാശി താൻ കൂടി ആവും എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവൾക്ക്.
അതിന് ഒരുപാട് കാലമായി അവൾ ശ്രമിക്കുന്നു. ആ ഓഫീസിൽ അവൾ വന്നിട്ട് 3 വർഷമായി. അന്ന് മുതലേ അവൻ്റെ PA സ്ഥാനത്തേക്ക് വരാൻ നോക്കുന്നതാണ് അവൾ. അതിലൂടെ അവൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. ഒരുപാട് ശ്രമം നടത്തിയിരുന്നെങ്കിലും അതിനൊന്നും കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ സൈനുവിനെ അതിനൊന്നും കിട്ടുമായിരുന്നില്ല. ഈ ഒരു കാഴ്ച കണ്ടതും അവൾ പല്ലിങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു, എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ അകറ്റണം, എന്നിട്ട് ആ സ്ഥാനത്തേക്ക് താൻ കയറിക്കൂടണം. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കണം. അതിനൊരു അവസരത്തിന് വേണ്ടി അവൾ കാത്തിരുന്നു.